അന്നും കേശവൻ പിണങ്ങി. അതൊരു നിത്യസംഭവമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി വീട്ടിൽ പിണങ്ങുക എന്നത് കേശവന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. കേശവന് ഭാര്യയും സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളുമാണുള്ളത്. സ്ഥിരം ജോലിയോ വരുമാനമോ ഒന്നുമില്ല. വല്ലവർക്കും ചെറിയ ചെറിയ സഹായമോ മറ്റോ ചെയ്തു കൊടുത്താൽ കിട്ടുന്ന വരുമാനം മാത്രമാണുള്ളത്. അത് കേശവന്റെ സ്വന്തം ചിലവിന് തന്നെ തികയില്ല. കേശവന് ജോലിയില്ലാത്തത് അല്ലെങ്കിൽ ജോലിക്ക് പോകാത്തതാണ് വീട്ടിലെ വഴക്കിന് പ്രധാന കാരണം. ഭാര്യ പറയും, മനുഷ്യ, നിങ്ങൾക്ക് വല്ല പണിക്കും പോയിക്കൂടെ? വീട്ടിലെ ചിലവൊക്കെ ഞാൻ എങ്ങനെയാ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അത് കേട്ടാൽ പിന്നെ ആ സമയം മുതൽ പിണക്കമാണ്. ആ ദിവസങ്ങളിൽ ഭാര്യയോട് സംസാരിക്കില്ല, മക്കളോട് പോലും മിണ്ടാതെ നടക്കും. ചില ദിവസങ്ങളിൽ വീട്ടിൽ വരാതെ ബന്ധു വീടുകളിൽ പോയി താമസിക്കും. ചില ബന്ധുക്കൾ ഇപ്പോൾ കേശവനെ വീട്ടിലേക്ക് അടുപ്പിക്കാറില്ല. ഭാര്യ തൊഴിലുറപ്പ് ജോലിക്കും അല്ലറ ചില്ലറ കുറിയും ചിട്ടിയും മറ്റുമൊക്കെയായിട്ടാണ് കുടുംബം പോറ്റുന്നത്. ഇത്തവണ അമ്മാവന്റെ വീട്ടിലേക്കാണ് കേശവൻ പിണങ്ങിപ്പോയത്. അമ്മാവനോട് പൊടിപ്പും തൊങ്ങലും നുണയും ചേർത്ത് കരഞ്ഞുകൊണ്ട് ഭാര്യയെയും മകളെയും കുറ്റപ്പെടുത്തി പരാതി പറഞ്ഞു. അമ്മാവനും അമ്മായിയും കേശവനെ സമാധാനിപ്പിച്ചു. അമ്മാവൻ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു, അവളെ ഞാനൊന്ന് കാണട്ടെ, അവളോട് 2 ചോദിച്ചിട്ട് തന്നെ കാര്യം. കുറച്ചു ദിവസങ്ങൾ കേശവൻ പുറത്തേക്കൊന്നും ഇറങ്ങാതെ സുഭിക്ഷമായി ശാപ്പാടും കഴിച്ച് ഏമ്പൊക്കവും വിട്ട് ടിവിയും കണ്ട് രസിച്ചു സുഖിച്ചു കഴിഞ്ഞു. ഭാര്യയും മക്കളും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഭാര്യയും മകളും കൂടി അമ്മാവന്റെ വീട് സന്ദർശിക്കാൻ ഇറങ്ങിയതാണ്. അമ്മാവന്റെ വീട്ടിലേക്ക് കയറിയതും മുന്നിലതാ ടീപ്പോയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ച് ടിവിയിൽ ഏതോ സിനിമയും കണ്ട് ചാരുകസേലിരിക്കുന്നു കേശവൻ. കേശവനെ കണ്ട ഭാര്യ മകളോട് പറഞ്ഞു, മോളെ, പുതുമണവാളനല്ലേ ഈ ഇരിക്കുന്നത്? ദേഷ്യമോ നിരാശയോ സങ്കടമോ പുച്ഛമോ സഹതാപമോ എല്ലാം അവളുടെ മുഖത്ത് മാറി മാറി വന്നു. അപ്പോഴാണ് കേശവൻ അവരെ കാണുന്നത്. അവർ വന്നത് കേശവന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. കേശവന്റെ നോട്ടത്തിൽ ആ നീരസം പ്രകടമാവുകയും ചെയ്തു. വായിൽ നിറയെ പൊട്ടാറ്റോ ചിപ്സ് വെച്ച് ചവക്കുന്നതിനിടയിൽ കേശവൻ പറഞ്ഞു, ചെല്ല് ചെല്ല്, അകത്തേക്ക് ചെല്ല്, മാമന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിക്കോ. അമ്മാവൻ അവളെ തല്ലും എന്ന ഭാവേന കേശവൻ പറഞ്ഞു. മകളെ കണ്ടതും ടീപ്പോയിലുണ്ടായിരുന്ന പൊട്ടാറ്റോ ചിപ്സ് കയ്യിലെടുത്ത് മാറ്റിവെച്ചു. ഏതോ ഒരാൾ ഇരിക്കുന്നു എന്ന മട്ടിൽ മകൾ അച്ഛനെ നോക്കി. കുശലാന്വേഷണത്തിനൊടുവിൽ അമ്മാവൻ ചോദിച്ചു, നീ ഇവന് തിന്നാനും കുടിക്കാനും കൊടുക്കാറില്ല, സ്വസ്ഥത കൊടുക്കാറില്ല, നിങ്ങൾ അമ്മയും മകളും കൂടി ഇവനെ തല്ലാറുണ്ട് എന്നൊക്കെയാണല്ലോ പരാതി. അമ്മയും മകളും വീട്ടിലെ അവസ്ഥകളെല്ലാം സവിസ്തരം മാമനെയും മാമിയെയും പറഞ്ഞു കൊടുത്തു. അത് കേട്ട് 2 പേരും മൂക്കത്ത് വിരൽ വെച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം എന്നോട് പറഞ്ഞത് എവിടെയോ ജോലി അന്വേഷിക്കാനാണ്, 200 രൂപ വേണം. ഞാൻ 200 രൂപയും കൊടുത്തു. പോരാത്തതിന് കരണ്ട് ബില്ലടക്കാൻ കടം വാങ്ങി വെച്ച 700 രൂപയും കട്ടെടുത്താണ് ഈ മനുഷ്യൻ പോയത്. കഥകൾ കേട്ടപ്പോൾ മൂക്കത്ത് വെച്ച വിരലെടുക്കാൻ മാമയും മാമിയും മറന്നുപോയി. അവർ സംസാരിക്കുന്നിടത്തേക്ക് ഇടയ്ക്ക് എത്തി നോക്കുകയും കാതോർത്തിരിക്കുകയുമായിരുന്നു കേശവൻ. ഭാര്യയെ തല്ലുന്ന ശബ്ദം കേൾക്കാൻ കേശവൻ കൊതിച്ചു. വിവരങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ് അമ്മാവൻ കേശവനെ തനിച്ച് റൂമിലേക്ക് വിളിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ടപ്പേ എന്നൊരു ശബ്ദവും കേശവന്റെ കരച്ചിലും ഒന്നിച്ചു കേട്ടു. ശേഷം കേശവൻ ഓരിയിട്ടു. വാതിൽ തുറന്നു കേശവനും അമ്മാവനും പുറത്തേക്കിറങ്ങി. കേശവൻ അപ്പോൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഭാര്യയെ കണ്ടതും മുത്തേ എന്ന് വിളിച്ച് ഭാര്യയുടെ ചുമലിലേക്ക് വീണു. മുത്തേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം, വാ പൊന്നേ. കേശവൻ ഭാര്യയുടെ കൈ പിടിച്ച് വലിച്ചു. കേശവൻ മൂക്കൊണ്ടേയിരുന്നു. അവസാനം അവൾ കേശവനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങിയ കേശവൻ അമ്മാവനെ കുറേ ചീത്ത പറഞ്ഞു. ഈ വീട്ടിലേക്ക് ഇനി ഒരിക്കലും ഞാൻ വരില്ല.
ഗദ്ഗദത്തിനിടയിൽ പിന്നെയും പലതും പറയുന്നുണ്ടായിരുന്നു. തേങ്ങിക്കൊണ്ട് കേശവൻ ഭാര്യയുടെ കൂടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോഴും കേശവൻ ചിന്തിച്ചത് അടുത്ത തവണ ഏത് ബന്ധുവീട്ടിലേക്ക് പോകണം എന്നാണ്.